നമസ്കാരം, മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. അവരേത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴവരുടെ മൈൻഡ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് അവർ തീരുമാനിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് യൂണിവേഴ്സിനോട് ടാരോ എനർജിയിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവുമായിട്ടല്ല നമ്മൾ പറയുന്നത്, ഇത് ബ്ലാങ്ക് ആയിട്ടാണ് പറയുന്നത്. ഓരോ കാർഡ്സും നമുക്ക് ഓരോ എനർജി കാണിച്ചു തരുന്നു, നമ്മളത് കൂട്ടി യോജിപ്പിച്ച് പറയുന്നു. അതൊരു റീഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. അത് ആർക്കും കണക്റ്റ് ആവാം, ചിലവർക്ക് കണക്റ്റ് ആവില്ല, ചിലവർക്ക് കണക്റ്റ് ആവും, അങ്ങനെയാണ്. അപ്പം നിങ്ങൾ അതിലെ പോസിറ്റിവിറ്റി മാത്രം എടുക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യമായിരിക്കും അതിനകത്ത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുക. അതുവഴി യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ ചാനൽ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു എനർജിയും കൂടെ ഇതിനകത്ത് ആഡ് ആവുന്നതാണ്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ തന്നെ, യൂട്യൂബ് ചാനലിൽ തന്നെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്യാഷ് അടച്ച് നിങ്ങൾക്ക് കയറാവുന്നതാണ്. മെമ്പേഴ്സിന് എൻ്റെ വാട്സപ്പിൽ പേഴ്സണലായിട്ട് 10 ദിവസം കൂടുമ്പോൾ ഞാനൊരു ഗൈഡൻസ് 2 കാർഡ് റീഡിങ്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ളത്. പക്ഷേ 2 കാർഡ് റീഡിങ് ആയിരിക്കും, അത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അത് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റിന്, എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ഞാനായിട്ട് ഇട്ടേക്കുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, പീസ്ഫുള്ളായിട്ടിരുന്ന് കാണുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് കാണുക. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ചോളൂ, പോസിറ്റീവ് മൈൻഡോടെ ഇരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ക്യൂൻ ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ സോൾസ്, ക്യൂൻ ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യം, ക്ലാരിറ്റി, എല്ലാ കാര്യവും വ്യക്തത വേണം. വൈകാരികമായിട്ട് ഒരു സ്നേഹത്തിന് പ്രസക്തിയില്ല എന്നുള്ളൊരു വ്യക്തിയാണ്. സ്വന്തം കാര്യം മുന്നോട്ട് പോകുക, മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകണം, നടക്കണം, സ്നേഹമല്ല കാര്യങ്ങൾ നടന്നു പോകണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ടവർ സിറ്റുവേഷൻ ആയിരുന്നു, ബ്ലോക്കേജ് ആയിട്ട് ടവർ സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അതൊരു റിവേഴ്സ്ഡായിട്ട് വന്നതുകൊണ്ട് അതിനകത്തു നിന്നൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓർക്കാപ്പുറത്തുള്ളൊരു തിരിച്ചടി ആയിരുന്നു നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറി, ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കാം കുറച്ചുകൂടെ ഹാർഡായിട്ട് നിൽക്കുന്നത്. ഒരു കോൺഫിഡൻസോടുകൂടി ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കുക, മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു തകർച്ചയ്ക്ക് ശേഷം മനസ്സിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് നല്ല മാറ്റമാണോ എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 5 ഓഫ് കപ്സ് ആണ് നിലവിൽ. കാരണം തൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഒരു സങ്കടം മനസ്സിനകത്തുണ്ട്. പക്ഷേ മുന്നോട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുള്ളൂ. പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അതിനകത്ത് ഒരു 20% സാധ്യതയുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യുന്നില്ല, മുന്നോട്ടുള്ള കാര്യത്തിനകത്താണ് നിൽക്കുന്നത്. തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. 6 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്.
ആ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു റിലേഷൻ്റെ ഒരു കഴിഞ്ഞ കാല ഓർമ്മ മനസ്സിനകത്തുണ്ട്. ആ ഒരു റിലേഷൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷനകത്തൊരു ടവർ സിറ്റുവേഷൻ, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി. ഒരുപക്ഷെ ഈ ഒരു റിലേഷൻ കണ്ടുപിടിച്ചതായിരിക്കാം ഈ ഒരു തകർച്ചയ്ക്ക് കാരണമായത്. ഈ ഒരു ആ ഒരു റിലേഷൻ ഒരുപാട് മുന്നേ ഉള്ള ഒരു റിലേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുതുതായിട്ടുണ്ടായ ഒരു റിലേഷൻ അല്ല. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു റിലേഷൻ ആയിരിക്കാം ഇപ്പോൾ അത് പൊങ്ങി വന്നത് എന്നുള്ളതാണ്. അപ്പം നിലവിൽ ആ ഒരു റിലേഷൻ്റെ ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സാഹചര്യം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ടവർ സിറ്റുവേഷനിലോട്ട് വന്നത്. ആ ഒരു തകർച്ച കഴിഞ്ഞ ഉടനെ ഇവരുടെ മനസ്സ് ഒത്തിരിയൂടെ ഹാർഡായിട്ടുണ്ട്. ഇനി എനിക്കൊന്നുമില്ല, മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു സാഹചര്യം. ഓക്കെ, ഈ ഒരു റിലേഷൻ ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വളരെ ഒരു പിടിവാശിയും ഇതിനകത്തൊരു ഈഗോയും കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ദുഃഖമുണ്ടെങ്കിലും അത് പുറമേ ഒന്നും കാണിക്കുന്നില്ല. കാരണം എംപറർ എന്ന് പറയുമ്പോൾ ഒരു ചക്രവർത്തിയാണ്. ചക്രവർത്തി ആരുടെയെങ്കിലും മുമ്പിൽ താന്നു കൊടുക്കുമോ? മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവരത് പുറമേ കാണിക്കാത്ത ഒരു പ്രകൃതം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം എംപറർ എന്ന് പറയുമ്പോൾ ജീവിതത്തിലൊരു ഘടനയുള്ളൊരു ചക്രവർത്തിയാണ്. ആ ചക്രവർത്തി ഇപ്പം ദുഃഖമുണ്ടെങ്കിലും സുഖമാണെങ്കിലും എന്താണെങ്കിലും അത് തൻ്റെ പ്രജകളോട് അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരോട് കാണിക്കാൻ ശ്രമിക്കുമോ? ഇല്ല. അതാണ് ദുഃഖമാണ്, നിലവിൽ ദുഃഖമാണെങ്കിലും അത് പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. പിടിവാശിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഭയം ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കുന്നില്ല. കാരണം ഒരു ഈഗോയാണ്, സ്വന്തം കാര്യം നോക്കുന്നത്. മനുഷ്യ സ്നേഹവികാരങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അത് അംഗീകരിച്ച് തരത്തില്ല എന്നുള്ളതാണ്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് അംഗീകരിക്കുന്നില്ല. ഈഗോ, ഇത് പുറമേ ഞാൻ പറഞ്ഞല്ലോ ഈഗോയുടെ ഒരു ആളാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ. പുറമേ അത് അംഗീകരിക്കുന്നില്ല. എന്താണെങ്കിലും ഞാൻ വിട്ടു കൊടുക്കത്തില്ല എന്നുള്ള ഒരു സ്വഭാവ മൈൻഡായിട്ട് എനിക്ക് ഇത് കാണുന്നുണ്ട്. ഒരു ഉറച്ച തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ടവർ സിറ്റുവേഷൻ എല്ലാം ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻ പിടിക്കപ്പെട്ടതായിരിക്കാം. അതിനകത്ത് തന്നെ ഒരുപാട് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ വിഷമമുണ്ട്. ഈ ഒരു റിലേഷൻ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെ പോയി എന്നുള്ളൊരു ദുഃഖവും ഉണ്ട്. പക്ഷേ അത് തുറന്നു പറയാനായിട്ടോ അല്ലെ പുറമേ കാണിക്കാനായിട്ടോ ഉള്ള ഒരു ഇത് കാണിക്കുന്നില്ല. ഈഗോ, അതിന് കാരണം ആളുടെ ഈഗോയാണ്. തടസ്സം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ബ്ലോക്കേജാണ് വന്നേക്കുന്നത്. ഈ ഒരു റിലേഷൻ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി ഇപ്പം നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫാമിലിയോട് ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ധാരണ ഇങ്ങനെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് എടുത്ത് വെച്ചിട്ടുണ്ട് ആള്. അതെ, ഇപ്പം ആളുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രക്ഷുബ്ധത നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് സമാധാന അന്തരീക്ഷത്തിലോട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6 ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത്. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് നല്ലൊരു മാറ്റമാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റുതിരുത്തി മുന്നോട്ടൊരവസരവും കൂടെ ഒന്ന് പോയി നോക്കാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരുപാട് പ്രക്ഷുബ്ധതയാണ് ഇപ്പോൾ ഇവരുടെ പ്രക്ഷുബ്ധത നിറഞ്ഞ സാഹചര്യമാണ് നിലവിൽ. അപ്പം ആ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മാറ്റി ഒരുമിച്ച് മുന്നോട്ടൊന്ന് തുഴഞ്ഞു നോക്കാം എന്നുള്ളതാണ് ഇപ്പം മനസ്സിലൊരു തീരുമാനം എടുത്ത് വെച്ചേക്കുന്നത്. ഫാമിലിക്ക് മുൻഗണനയുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ട്ണറാവാം. ഇപ്പം ആ വ്യക്തിയുടെ പാർട്ട്ണർക്ക് മുൻഗണനയുണ്ട്. ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട്, ഒരു വ്യക്തത മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മനസ്സിലിപ്പം നിലവിലുള്ള ഒരു ആഗ്രഹമായിട്ട് എനിക്ക് കാണുന്നത്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകണം, ഒരവസരവും കൂടെ. അതേപോലെ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റേഴ്സ് വരുമ്പം ബോട്ടമായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് നിഗൂഢതകളുണ്ട്. ഒരു രഹസ്യങ്ങളുടെ കലവറയാണ് ഇവരുമായിട്ട് മുന്നോട്ട് പോയിരുന്നാലും
ഒരു നമുക്കൊരു ക്ലാരിറ്റി വരത്തില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സാണ് ഇവരുടെ അടുത്ത് നമ്മൾക്ക് ഇവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമ്പോൾ. നമ്മളുടെ അടുത്ത് ഒന്നും അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല. നിഗൂഢതയുണ്ട് ഇതിനകത്ത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതങ്ങോട്ട് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുക. അതേപോലെ ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആരും പറയുന്നതൊന്നും കേൾക്കുന്ന ഒരു പ്രകൃതവും അല്ല. അതെ, കിങ് ഓഫ് സോൾസ് ആണ് വീണ്ടും വന്നേക്കുന്നത്. അതേപോലെ ഇവരുടെ ഇടയിൽ ശക്തമായിട്ട് ഇവർക്ക് എതിരായിട്ട് ആരോ നിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ചരടിലായിരിക്കാം ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി ഇങ്ങനെ തുഴയുന്ന ഒരു ഫീലാണ്. എന്ന് വെച്ചാൽ അവിടെയും നിൽക്കണം ഇവിടെയും നിൽക്കണം. അങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അത് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ചിലപ്പോൾ ഒത്തുതീർപ്പുമായിട്ട് നിങ്ങൾ എടുത്തിട്ട് വന്നേക്കാം. ഈ ഒരു റിലേഷനകത്ത് പൊരുത്തപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു രീതിയിൽ ആൾ വന്നിരുന്നാലും നിഗൂഢതയുണ്ട്. അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അതേപോലെ ഇവരെ ചരട് വലിക്കാനായിട്ട് ശക്തമായിട്ടുള്ള എതിരാളി അപ്പുറത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവരുടെ ഒരു ചരടിൽ ഇവർ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ സമാധാനമായിട്ട് ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെ ഇപ്പം നിങ്ങൾ സുഖമായിട്ട് അങ്ങ് ജീവിക്കേണ്ട, അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി, എന്നാൽ നിങ്ങൾ പോയി സമാധാനമായിട്ട് ജീവിക്കേണ്ട എന്നുള്ളൊരു രീതിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. അവർ വാളും എടുത്ത് നിൽക്കുകയാണ്. ഒരു തരത്തിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇവർ കുഴയുമാണ്. എന്നുവെച്ചാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത് കർമ്മഫലവും കൂടിയാണ്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വരുത്തി വെച്ചതല്ലേ. ഇപ്പോൾ ആരും തേർഡ് പാർട്ടി എടുത്ത് അങ്ങോട്ട് ചെന്ന് കയറുന്നതല്ല, ഇങ്ങോട്ട് വരുന്നതല്ലല്ലോ. വഴിയിൽ അങ്ങനെ പലതും കാണും. നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന പല കാര്യങ്ങളും കാണും. അതിൻ്റെയൊക്കെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അത് നമ്മൾ പുറമേ കാണുമ്പോൾ മനസ്സിലാവത്തില്ല. അതിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ ചക്കയും മാങ്ങയല്ലല്ലോ തുറന്നു നോക്കാനായിട്ട്. അകത്തോട്ട് ചെല്ലുമ്പോഴല്ലേ സംഭവം ഇതാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും പോകാൻ വയ്യ എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. സമാധാനം എന്തെന്നറിയുന്നില്ല. ഈ ഒരു റിലേഷൻ കൊണ്ട്, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഒരുപാട് അനുഭവിച്ചു എന്ന്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരുപാട് അനുഭവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ വ്യക്തതയില്ല. ഒരുപാട് പെയിൻ ഉണ്ട്. പക്ഷേ അതൊന്നും പുറമേ കാട്ടുന്നൊരു വ്യക്തിയല്ല. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ശക്തമായിട്ടുള്ളൊരു എതിരാളി, നിങ്ങൾക്കെതിരെ എതിരാളി തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അവർ ഭയങ്കര വാശിയോടുകൂടി തന്നെ ഇത് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളൊരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അവരുടെ ജീവിതവും സ്പോയിലാക്കി അങ്ങനെ നിങ്ങൾ പോയി അങ്ങ് സൂഹിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹമായിരിക്കാമല്ലോ അങ്ങോട്ട് ചെന്ന് കയറിയത്. അങ്ങനെ കയറിയിട്ടല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം വരുത്തി വെച്ച വിനയാണ്. അതുകൊണ്ടാണ് ഒരു ടവർ സിറ്റുവേഷൻ ഇപ്പോൾ കരകയറി വരുന്നുണ്ട്. രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് ഈ മേജർ അർക്കാന കാർഡാണ് ടവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ്. ആ ഒരു എനർജി വന്നൊക്കെ കഴിഞ്ഞ ഒരു 6-7 മാസമൊക്കെ കഴിയും ആ ഒരു ഇതിൽ നിന്ന് റിക്കവറായിട്ടൊക്കെ വരാനായിട്ട്. ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് പോവണ്ട, സ്വന്തം വ്യക്തിയുമായിട്ട് തന്നെ സമാധാനത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ ഉള്ളൊരു രണ്ട് മനസ്സോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇപ്പം എന്താണെങ്കിലും ഈ ഒരു ഗൈഡൻസ് ഒരാൾ എന്തായാലും എതിരിട്ട് നിൽക്കുകയാണ്. അപ്പം ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് തൽക്കാലത്തേക്ക് വഴക്ക് കൊടുക്കണ്ട. അപ്പം രണ്ടിൻ്റെ ഇടയിൽ ഇവരിപ്പം നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും അപ്പം ആ ഭാഗത്ത് സമാധാനം കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്ത് വരുവാണെന്ന്, അപ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മനസ്സ് വരുന്നത് നിങ്ങളുമായിട്ട് പ്രക്ഷുബ്ധതയിൽ നിന്ന് ശാന്തത തേടി പോകണമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാഗത്ത് സമാധാനം കിട്ടാത്തൊരു സാഹചര്യമാണ്. അപ്പം നിങ്ങൾ മറുഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത്? സമാധാനമായിട്ട് എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്ന് ചാടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു തെറ്റ് പറ്റിപ്പോയി. അതെന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ച് ഒരു സമാധാനത്തോടു കൂടി കുറച്ച് നാൾ മുന്നോട്ട് പോയി നോക്കുക. വഴക്ക് കൊടുക്കണ്ട. കാരണം അവിടെ വഴക്കാണ്, നല്ല രീതിയിൽ ഇടിയും മിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്നും കൂടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വ്യക്തി അത് താങ്ങിയെന്ന് വരത്തില്ല. എന്തായാലും മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയ ആർക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പശ്ചാത്തപിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ഒരവസരവും കൂടെ, പശ്ചാത്തപിക്കുന്നവർക്ക് ഒരവസരവും കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ എന്നുള്ളതാണ് ഒരു ഡിവൈൻ്റെ ഗൈഡൻസ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് വായിച്ചു തരാനുള്ളത്. ഓക്കെ, നല്ലതിന് വേണ്ടി ആവട്ടെ എല്ലാം എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.